മലയാള സിനിമ ഇതുവരെ കാണാത്ത ഹൈപ്പോട് കൂടി എമ്പുരാൻ 27-ാം തീയതി ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് എമ്പുരാന്റെ അപ്ഡേഷൻ കാര്യങ്ങൾ? ഇതുവരെ എമ്പുരാൻ നേടിയ അഡ്വാൻസ് കളക്ഷൻസുകളെ കുറിച്ച് നമുക്ക് നോക്കാം. അമേരിക്കയിലാണ് ഇതുവരെ അഡ്വാൻസ് കളക്ഷനുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ 90 ഇടങ്ങളിൽ 56 ഷോകൾ, 15,000 ടിക്കറ്റുകൾ, $32,000 അമേരിക്കയിൽ ഇതുവരെ അഡ്വാൻസ് കളക്ഷനായി എമ്പുരാൻ നേടിയത്. നോർത്ത് അമേരിക്കയിലാണെങ്കിൽ $1,25,000 നോർത്ത് അമേരിക്കയിൽ അഡ്വാൻസ് കളക്ഷനായി എമ്പുരാൻ നേടിയത്. കാനഡയിൽ നോക്കുകയാണെങ്കിൽ 3,253 ടിക്കറ്റുകൾ, 24 ഷോകൾ എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ടിക്കറ്റുകൾ ലഭിക്കുന്നത് ഫാൻസ് ഷോകൾക്ക് മാത്രമാണ്, അതായത് ഫാൻസ് ഷോകൾ മാത്രമാണ് ഇതുവരെ ടിക്കറ്റ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മാർച്ച് 27-ന് 6 മണിക്കായിരിക്കും എമ്പുരാന്റെ ഫസ്റ്റ് ഷോ ആരംഭിക്കുക. കേരളത്തിൽ ശനിയാഴ്ച വരേക്കുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 241 ഫാൻസ് ഷോകളാണ് ഇതുവരെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതുവരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 300 പിന്നിട്ടതായാണ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും അധികം ഷോകൾ തിരുവനന്തപുരവും ഏറ്റവും കുറവ് ഷോകൾ കാസർഗോഡും ഇടുക്കിയുമാണ്. എമ്പുരാന്റെ മുന്നോടിയായി ലൂസിഫർ എന്ന 1-ാം ഭാഗം വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയായി മാർച്ച് 20-ന് റിലീസ് ചെയ്യുന്നു കൂടിയുണ്ട്. എമ്പുരാന്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് അഖിലാഷ് മോഹനാണ്. പരമാവധി മികവിൽ എങ്ങനെ കാണാം എന്നതാണ് പ്രേക്ഷകരുടെ ഒറ്റ ചോദ്യം. അതായത് ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫുൾ ഫോർമാറ്റിലല്ല, റേഷ്യോയിൽ മൊത്തത്തിൽ വ്യത്യാസം വന്നിരിക്കുകയാണ്. അനാമോർഫിക് ലെൻസ് ഉപയോഗിച്ചാണ് ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റേഷ്യോകളുടെ വ്യത്യാസവും നല്ലതുപോലെ ഉണ്ടായിരിക്കും. സ്ക്രീനിൽ 2.8:2 എന്ന റേഷ്യോയിലായിരിക്കും ചിത്രം സ്ക്രീൻ ചെയ്യുക എന്നത് പൃഥ്വിരാജ് സുകുമാരൻ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ചിത്രത്തിന്റെ ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുള്ളത്. പൃഥ്വിരാജ് സുകുമാരന്റെ അതിബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. അനോമോർഫിക് ലെൻസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വീതിയുള്ള വൈഡായ സ്ക്രീനാണ് എന്ന് എളുപ്പത്തിൽ വേണമെങ്കിൽ അനോമോർഫിക് ലെൻസുകളെ കുറിച്ച് പറയാം. കൂടുതൽ റൊമാൻറ്റിക് ആയി സ്ക്രീനുകളെ അവതരിപ്പിക്കുക എന്നതാണ് അനോമോർഫിക് ലെൻസുകളുടെ ഗുണം. കൂടുതൽ ആളുകളെ ഫ്രെയിമിൽ ഉൾക്കൊള്ളിക്കുക എന്നതാണ് അനോമോർഫിക് ലെൻസുകളുടെ മികച്ച ഗുണം. പക്ഷേ നമ്മുടെ സാധാരണ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബോർഡറിന്റെ വിഡ്ത്ത് കൂടുന്നതായിരിക്കും. അതായത് സ്ക്രീൻ ചെറുതായിരിക്കും, ബ്ലാക്ക് ബോർഡറിന്റെ വിഡ്ത്തും കൂടുന്നതായിരിക്കും. പക്ഷെ സ്ക്രീനിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ബ്ലാക്ക് ബോർഡറിന്റെ വ്യത്യാസവും നല്ലതുപോലെ കാണിക്കുന്നതായിരിക്കും. ഇതുവരെ തിയേറ്ററുകളുടെ പൊതുവായി കാണിക്കുന്ന റേഷ്യോകൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. പൊതുവായി കാണപ്പെടുന്ന റേഷ്യോകൾ സിനിമാസ്കോപ്പ് റേഷ്യോ, അതുപോലെ തന്നെ വൈഡ് സ്ക്രീൻ റേഷ്യോ ആണ്. സിനിമാസ്കോപ്പ് റേഷ്യോ ആണെങ്കിൽ 2.35:1 റേഷ്യോ. ഇനി വൈഡ് സ്ക്രീൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 2.39:1 റേഷ്യോ ആണ് വൈഡ് സ്ക്രീൻ റേഷ്യോ. അതായത് പൊതുവായി തിയേറ്ററിൽ കാണപ്പെടുന്ന റേഷ്യോകളാണ് സിനിമാസ്കോപ്പ് റേഷ്യോയും അതുപോലെ തന്നെ വൈഡ് സ്ക്രീൻ റേഷ്യോയും. പക്ഷേ നമ്മുടെ എമ്പുരാൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഐമാക്സ് റേഷ്യോയിലാണ്. അപ്പോൾ ഇതിന്റെ തുടർന്നുള്ള കൂടിയ പാർട്ട് 2 ആയിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ വീഡിയോ വാച്ച് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറയും. നമ്മൾ പാർട്ട് 2 ആയിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും കാണാം.